ഹായ്, നെഹൂസ് പെറ്റി ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ കുറഞ്ഞ റേറ്റിലുള്ള കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സും ഒക്കെയാണ് കാണിക്കുന്നത്. പിന്നെ കൂടുതൽ പ്ലാന്റ്സ് വേണ്ടവർക്ക് നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ സേവ് ചെയ്താൽ നമ്മുടെ കാറ്റലോഗ് കിട്ടുന്നതാണ്. അപ്പോൾ കാറ്റലോഗിൽ നിന്ന് കൂടുതൽ പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഈ പ്രാവശ്യം പർച്ചേസ് ചെയ്യുന്നവർക്കെല്ലാം നമ്മൾ ആമസോൺ ബ്ലൂ എന്ന് പറയുന്നൊരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റ് കൂടെ ഫ്രീ ആയിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്ലാന്റ് ഈ ബ്ലാക്ക് അലോക്കേഷ്യയാണ്. ഇത് നമുക്ക് വെള്ളത്തിലും മണ്ണിലുമൊക്കെ ഒരുപോലെ നട്ട് വളർത്താവുന്ന ഒരു അലോക്കേഷ്യ പ്ലാന്റാണ്. നല്ല ഭംഗിയാണ്. ബ്ലാക്ക് കളർ ലീഫുമായിട്ട് നല്ല തിക്കായിട്ട് വളർന്നോളും. അപ്പോൾ ഇന്ന് നമ്മളിതിൻ്റെ തൈകളൊക്കെ വളരെ വില കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ആവശ്യമുള്ളവരെല്ലാം വാങ്ങിക്കുക. ഇതാണ് പ്ലാന്റ് സൈസ്. പിന്നെ ഇത് അരേലിയ വൈറ്റിൻ്റെയാണ്. അരേലിയ വൈറ്റ് വേരിഗേറ്റഡ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിലും ഇത്തിരി കൂടി വലിയ പ്ലാന്റാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേർക്ക് കിട്ടാത്തതുകൊണ്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വളരെ കുറച്ചേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ പ്രാവശ്യം ഇത്തിരി കൂടെ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തിരി വലുതുമാണ്. പിന്നെ ഇത് ചേഞ്ചിങ് റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഒരു ദിവസം വൈറ്റ് കളർ പൂവാണ്, അടുത്ത ദിവസം അത് പിങ്ക് കളറിലേക്ക് ചേഞ്ച് ആകുന്ന കളറാണ് ഇതിനുള്ള. നല്ല ഭംഗിയാണ്. വലിയ റോസാപ്പൂ പോലെയാണ് ഇതിൻ്റെ പൂക്കൾ ഇരിക്കുന്നത്. ഇതാ ചേഞ്ചിങ് റോസിൻ്റെ പൂക്കൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഇങ്ങനെ 3 കളറിലാണ് വരുന്നത്. ആദ്യം ഒരു കളറ്, പിന്നെ പിറ്റേ ദിവസം വേറെ കളറ്, അങ്ങനെ 3 കളറ് ചേഞ്ചായി വരും. ഇത് കോപ്പർ ലീഫ് പ്ലാന്റ് ആണ്. പല കളറിൽ മൾട്ടി കളറിൽ അതിൻ്റെ ലീഫുകൾ ഇരിക്കുന്ന നല്ല ഭംഗിയായതും കാണാൻ. വെട്ടി പ്രൂൺ ചെയ്ത് നിർത്തിയാൽ നല്ല ഭംഗി വളരുന്നൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ വേറൊരു വെറൈറ്റിയാണിത്. സൈഡിൽ കൂടെ പിങ്ക് കളർ ബോർഡർ വരുന്നത്, നാരോ ആയിട്ടുള്ള ലീഫുമായിട്ട്. പിന്നെ ഒരു വെറൈറ്റിയും കൂടിയാണ് ഇതിൻ്റെ കേളിയായിട്ട് ലീഫ് വരുന്നത്. അതും മൾട്ടി കളർ വരുന്ന ലീഫാണ്. അപ്പോൾ ഇതിൻ്റെ ഏത് പ്ലാന്റാണ് വേണ്ടതെന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളിട്ടാൽ മതി. അടുത്ത കാരിക്കേച്ചർ പ്ലാന്റ് ആണ്. ഒരു ക്രോട്ടൺ പ്ലാന്റിൻ്റെയൊക്കെ ലീഫുകൾ വരുന്ന ഗ്രീനും വൈറ്റും കൂടെ കളറുള്ള ലീഫാണ് ഇതിനുള്ളത്. പിന്നെയുള്ളത് ജമന്തിയുടെ കോംബോ ആണ്. 3 കളർ കോംബോയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. 3 അല്ല 4 കളറാണ്. 4 കളറിന് 80 രൂപയാണ്. അപ്പം 4 കളർ ഏതൊക്കെയാണെന്ന് പറയാം. ഒന്ന് ആദ്യത്തേത് വൈറ്റ് കളറാണ്. ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ്. ഇനി ഏതെങ്കിലും കളർ സെപ്പറേറ്റ് വേണ്ടവർ അതും പറഞ്ഞാൽ മതി. ഏതൊക്കെ കളറാണെന്നൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ രണ്ടാമത്തെ കളർ വരുന്നത് യെല്ലോ കളറാണ്. പിന്നെ അടുത്തത് വരുന്നത് വയലറ്റ് കളറാണ്. പിന്നെ അടുത്ത കളർ വരുന്നത് ചോക്ലേറ്റ് കളറാണ്. ഇങ്ങനെ 4 കളറിലുള്ള ജമന്തിയുടെ തൈകളാണ്. ചിലതിലൊക്കെ മുട്ടുമായിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. 4 കളറിനൂടെ 80 രൂപ. അടുത്തത് ബന്ദി പൂക്കളാണ്. അതായത് ചെണ്ടുമല്ലി. നമുക്ക് ഓണക്കാലമൊക്കെ അല്ലേ വരുന്നത്. ഇനി പൂക്കളം ഇടാനായിട്ട് നല്ല പൂക്കളുണ്ടാകുന്ന ബന്ദി തൈകളാണ്. 5 രൂപയുള്ളൂ ഇതിന്. ഓറഞ്ച് കളറാണ്. അടുത്തത് ഫ്ലെയിം വൈൻ എന്ന് പറയുന്നൊരു ക്രീപ്പറായിട്ടുള്ള വള്ളിച്ചെടിയുടെയാണ്. നല്ല റെഡിഷ് ഓറഞ്ച് കളറിലുള്ള പൂക്കൾ നല്ല നിരനിരയായിട്ടുണ്ടാകുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതാണ് അതിൻ്റെ പൂക്കൾ. ഇന്നത്തെ പ്ലാന്റ് പേർഷ്യൻ ഷീൽഡിൻ്റെ പ്ലാന്റാണ്. ഇതിലും ഇലകളിൽ ഇതിൻ്റെ കളറാണ് ഇതിൻ്റെ ഭംഗി. ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ച് അതിൻ്റെ ഇലകൾ കരിയും. അപ്പം ചെറിയൊരു വെളിച്ചം മതി. പിന്നെ അത് പർപ്പിൾ വെൽവെറ്റ് എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫിനാണ് ഭംഗി കൂടുതൽ. നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ വെക്കാൻ നല്ലൊരു പ്ലാന്റാണിത്. ഇതിനും ചെറിയ വിലയുള്ളൂ. എല്ലാത്തിനും ചെറിയ വിലയാണ് ഇട്ടിരിക്കുന്നത്. അടുത്തത് ജമന്തിയുടെ തന്നെ മൊട്ടായ തൈകളാണ്. ഇതിലൂടെ വലിയ പ്ലാന്റ്. അപ്പോൾ കൂടുതലും വൈറ്റ് കളറുള്ള പൂക്കളുള്ള ചെടികളാണ് വരുന്നത്.
ഇതിൽ നിറയെ മുട്ടായതാണ്. പിന്നത്തേത് അഗ്ലോണിമയാണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഇട്ടിരുന്ന അഗ്ലോണിമയാണ്. ഇതിൻ്റെ വളരെ കുറച്ച് പ്ലാന്റ് കൂടെ ഒരു 8 പ്ലാന്റൊക്കെ കാണുമായിരിക്കും കൂടെ ബാലൻസ് ഉണ്ട്, വേണ്ടവർ പറയുക. അടുത്തത് ഈ ടൈഗർ പ്ലാന്റ് ആണ്. ഇതും നമ്മൾ ഈ പ്രാവശ്യം ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത്. നല്ല രസമാണ് ഇതിൻ്റെ ലീഫ് കാണാൻ. നമ്മൾ സാധാരണ ഈ വേലിപ്പത്തലായിട്ട് കാണുന്ന ടൈഗർ അല്ല കേട്ടോ, ഇത് വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫും വലുതാണ്. പിന്നെ ഇത് കലാത്തിയ ലൂട്ടിയാടെയാണ് തൈകളാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിൻ്റെ ഇനി വളരെ കുറച്ച് പ്ലാന്റ്സ് കൂടി ഉള്ളൂ. വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക. ഇത് നമ്മുടെ അവിടെ ക്യാഷ്കിലോടെ പ്ലാന്റ് പടർത്തി വിട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു തൂക്കണാങ്കുരുവി കൂട് കൂട്ടിയിരിക്കുന്നതാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോഴും വന്ന് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നതൊക്കെ കാണാം. അപ്പോൾ ഞാനൊരു രസം കൊണ്ട് എടുത്തതാണ്. പിന്നെയുള്ളത് ഇതൊരു ചെമ്പകം പ്ലാന്റ് ആണ്. യെല്ലോ കളർ ചെമ്പകം, പിന്നെ ഗോൾഡൻ ചെമ്പകം എന്നും ഇതിന് പറയും. പക്ഷേ നല്ല മണമാണ് ഇതിൻ്റെ പൂക്കൾക്ക്, നല്ല സ്മെല്ലാണ്. ഇതാണ് പൂക്കൾ അതിൻ്റെ. പിന്നെ ഇതാണ് ആമസോൺ ബ്ലൂ എന്ന് പറഞ്ഞൊരു ഫ്ലവറിങ് പ്ലാന്റ്. ഇതെല്ലാവർക്കും ഫ്രീ ആയിട്ട് വെക്കുന്നതാണ് ഈ പ്രാവശ്യം. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഇതാണ് അതിൻ്റെ പൂക്കൾ. ഇത് നമ്മുടെ ബീട്രൂട്ട് പ്ലാന്റ് ആണ്. ഒരു അൾട്രാന്ത്ര പ്ലാന്റ് ആണ്. ഞങ്ങൾ ബീട്രൂട്ട് പ്ലാന്റ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ കളർ കൊണ്ട്. നല്ല ഭംഗി നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് വളർത്താനായിട്ട്. ഇനി ഇത് വള്ളിച്ചി എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതിന് ലീഫിനാണ് ഭംഗി. ഇൻഡോറിൽ വെക്കാൻ നല്ലൊരു പ്ലാന്റാണ്. പെട്ടെന്ന് തന്നെ പൂട്ട് ബുഷായിട്ട് വളരുന്നതാണ്. പിന്നെ ഇത് വള്ളിച്ചി പ്ലാന്റ്. ഇതിൻ്റെ ഇലയുടെ ഭംഗിയുണ്ട്, എന്നാ രസമാണെന്ന്. നമ്മൾ വയ്ക്കുന്ന പൂട്ടിനനുസരിച്ച് ഇതിൻ്റെ ലീഫിന് വലിപ്പം കൂടി വരും. ഇതിപ്പോൾ ഞാൻ എൻ്റെ മദർ പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റാണിത്. അതുകൊണ്ട് അതിൻ്റെ ലീഫിൻ്റെ വലിപ്പം കണ്ടോ, ഇതിൻ്റെ ഡിസൈനൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. ഈ പ്രാവശ്യം ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളും നമ്മൾ വില കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസുകൾ. ഇതിലേതിലൊക്കെ പ്ലാൻസ് വേണമെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. വേണ്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ടോടെ അയക്കണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.